എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC പരീക്ഷകളിലെ മലയാളം ചോദ്യങ്ങളാണ്. നമ്മുടെ കഴിഞ്ഞ മാസത്തിലും ഈ മാസത്തിലുമായി നടന്ന അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, അറ്റൻഡർ എന്നീ 3 പരീക്ഷകളിലെ, അതായത് 10th ലെവൽ പരീക്ഷകളായ 3 പരീക്ഷകളിലെ മലയാളം ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ട്രെൻഡ്, ഏത് തരത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് മുഴുവനായി കണ്ട് കൃത്യമായി ചോദ്യത്തിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കി ഇനിയുള്ള പരീക്ഷകളിലും മലയാളത്തിൽ നിന്ന് അത്തരത്തിലായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ ആ രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ വീഡിയോ മുഴുവനായി കാണാനായി ശ്രമിക്കുക. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇത് നമ്മുടെ അറ്റൻഡർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം, പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അനുകൂലമാവുക. പകിട 12 വീഴുക, നമുക്ക് അനുകൂലമായി വന്ന് വീഴുക അല്ലേ? അയരർത്ഥത്തിൽ എളുപ്പമായൊരു ചോദ്യമാണ്. അപ്പോൾ അതൊരു ശൈലി എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, അനാസ്ഥ. അനാസ്ഥ എന്നുള്ളതാണ് ഇതിൽ ശരിയായും ബാക്കിയെല്ലാതും തെറ്റായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, സ്വാധീനം എന്ന പദം പിരിച്ചെഴുതുക. ഇതൊരു പിരിച്ചെഴുതുന്ന ഒരു ചോദ്യമാണ്. സ്വാധീനം നമുക്കറിയാം, ഓപ്ഷൻ ബി ആണ്, സ്വ പ്ലസ് അധീനം ആണ് സ്വാധീനം. അടുത്ത ചോദ്യം, തരുണൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം. ഇതൊരു ലിംഗഭേദത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ തരുണൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്ഷൻ ഡി, തരുണി. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, തരുണി. അടുത്ത ചോദ്യം, തത്തയുടെ പര്യായപദം അല്ലാത്തത് ഏത്? തത്തയുടെ പര്യായപദം അല്ലാത്തത് ഏത്? നമ്മൾ പര്യായപദങ്ങൾ കൃത്യമായി പഠിക്കണം. എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്. തത്തയൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം, ശുഗം, ഗീരം, ശാരിക, ഇതെല്ലാം നമ്മൾ തത്തയുടെ പര്യായങ്ങളായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് തത്തയുടെ പര്യായപദം അല്ലാത്തത്. ഓപ്ഷൻ എ, പരഭൃതം. അടുത്ത ചോദ്യം, ഐഹികം എന്നതിൻ്റെ വിപരീത പദം ഏത്? ഇതെല്ലാം സ്ഥിരമായി ചോദിക്കുന്ന, വിപരീത പദങ്ങളിലൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഐഹികം, പാരത്രികം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഡി, പാരത്രികം. അടുത്ത ചോദ്യം, അതി പ്ലസ് ആപത്ത് ചേർത്തെഴുതുക. ഇപ്പം നേരത്തെ നമ്മൾ പിരിച്ചെഴുതാൻ പഠിച്ചു, ഇതിപ്പോൾ ചേർത്തെഴുതാൻ. അപ്പോൾ അതിൽ നിന്ന് 2 ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ വന്നിട്ടുള്ളത്. അതി പ്ലസ് ആപത്ത്, അത്യാപത്ത്. ഓപ്ഷൻ എ ആണ്, അതി പ്ലസ് ആപത്ത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. പക്ഷികൾ, വീട്ടുകാർ, മാൻകിടാങ്ങൾ. ഏതാണ് സലിംഗ ബഹുവചനം? ഉത്തരം ഓപ്ഷൻ ബി, നടികൾ. നടികൾ എന്നുള്ളതാണ് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. അടുത്ത ചോദ്യം, ഹർഷത്തോടുകൂടി ഒറ്റപ്പദം എഴുതുക. ഒറ്റപ്പദങ്ങളിൽ നിന്ന് സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്നതാണ്. ഹർഷത്തോടു കൂടിയത് സഹർഷം. ഓപ്ഷൻ സി ആണ്, സഹർഷം. അടുത്ത ചോദ്യം, ശരിയായ വാക്യമേത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശമായ കേരളത്തിൻ്റെ കലാരൂപമാണ് മോഹിനിയാട്ടം. അപ്പോൾ അതാണ് ഇതിലെ ശരിയായ വാക്യം. ഇത്രയുമായിരുന്നു ഈ മാസം നടന്ന അറ്റൻഡർ പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങൾ. ഇത് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ലിംഗഭേദം, പിരിച്ചെഴുതൽ 2 തരത്തിൽ വന്നിട്ടുണ്ട്. വിപരീതം വന്നിട്ടുണ്ട്, പര്യായം വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാ പാറ്റേണിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ എല്ലാം എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഇനി നമുക്ക് അടുത്ത പരീക്ഷയിലെ ചോദ്യങ്ങൾ നോക്കാം. ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ എന്ന പരീക്ഷയിലെ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം, ശരിയായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഐകമത്യം. അടുത്ത ചോദ്യം, എ ബേർഡ്സ് ഐ വ്യൂ എന്നതിന് തുല്യമായ മലയാള വാക്യം. ഒരു വിഹഗ വീക്ഷണം. എ ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്ന പക്ഷിയുടെ വീക്ഷണമല്ല, അതിൻ്റെ അർത്ഥം ഒരു വിഹഗ വീക്ഷണം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ശരിയായ പദം. നേരത്തെ ഉള്ള ചോദ്യത്തിൽ ശരിയായ വാക്യമായിരുന്നു, ഇതാണെങ്കിൽ ശരിയായ പദം. ഇത് വീണ്ടും ഒരു ശൈലിയാണ്, ഒരു വിഹഗ വീക്ഷണം. വീണ്ടും ചേർത്തെഴുതുന്ന ഒരു ചോദ്യമാണ്. എൻ പ്ലസ് കിൽ, എങ്കിൽ. വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണ്, എങ്കിൽ. പൂജക ബഹുവചനം നേരത്തെ പറഞ്ഞു, അത് സലിംഗ ബഹുവചനം പറഞ്ഞു. ഇത് വീണ്ടും പൂജക ബഹുവചനം ഏത്? അതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വൈദ്യർ. ഏതാണ്? പൂജക ബഹുവചനം വൈദ്യർ എന്നുള്ളതാണ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, നദി എന്നർത്ഥം വരുന്ന പദം ഏത്? അപ്പോൾ നദിയുടെ അർത്ഥമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി, തടിനി. അടുത്ത ചോദ്യം, ഖണ്ഡനം വിപരീത പദം എഴുതുക. അപ്പോൾ അർത്ഥം ഒന്ന് വീണ്ടും വിപരീതത്തിലേക്കുള്ള ചോദ്യമാണ്. ഖണ്ഡനം എന്നതിൻ്റെ വിപരീതമാണ് മണ്ഡനം. ഖണ്ഡനം, മണ്ഡനം, വിപരീതം. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, രണ്ട് തലയും കൊളുത്തുക. ഈ ശൈലിയുടെ അർത്ഥം ഏത്? വീണ്ടും ശൈലിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. രണ്ട് തലയും കൊളുത്തുക, ഈ ശൈലിയുടെ അർത്ഥം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഏഷണി പറയുക. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെന്ന് പറയുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് രണ്ട് തലയും കൊളുത്തുക. ഒരു തല ഇവിടെ കൊളുത്തി അടുത്തത് അവിടെ പോയി പറയുന്നതിന് ഏഷണി പറയുക. രണ്ട് തലയും കൊളുത്തുക. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി, രാമനും രാജനും തമ്മിൽ കലഹമുണ്ടാക്കുന്നു. തമ്മിൽ എന്നതിൻ്റെ ഒരു അർത്ഥം തന്നെയാണ് പരസ്പരം. അപ്പോൾ ബാക്കി എല്ലാ ഓപ്ഷനിലും തമ്മിലും പരസ്പരവും ഒരേ വാക്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് മൂന്നും തെറ്റാണ്. ശരിയായ വാക്യം ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വിലമതിക്കാൻ വയ്യാത്തത്. ഒറ്റപ്പദമാണ്. വിലമതിക്കാൻ വയ്യാത്തതിൻ്റെ ഒറ്റപ്പദം അമൂല്യം. വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യമാണല്ലേ. അടുത്ത ചോദ്യം, സ്ത്രീലിംഗ ശബ്ദം ഏത്? അതും വളരെ എളുപ്പം, എല്ലാവർക്കും അറിയാം. മനുഷ്യൻ എന്നുള്ളത് സ്ത്രീലിംഗമല്ല, പൊതുവാൾ പുല്ലിംഗാണ്. മകൻ എന്നുള്ളതും പുല്ലിംഗാണ്. ഇതിൽ സ്ത്രീലിംഗ പദം രാജ്ഞി എന്നുള്ളതാണ് അല്ലേ. രാജ്ഞി എന്ന് കാണുമ്പോൾ തന്നെ ബാക്കി മൂന്ന് ഓപ്ഷൻ നോക്കാതെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ സമയത്തിന് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഇത് വീണ്ടും അടുത്ത ചോദ്യത്തിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്നുള്ള ചോദ്യമാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരേ ചോദ്യപേപ്പറിലും ഓരോ തരത്തിലുള്ള പാറ്റേണിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതത് പാറ്റേണിലുള്ളത് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കണം. ശ്രദ്ധിച്ചാൽ അറിയാം, ചോദ്യങ്ങൾ പോലും റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം നടക്കുന്ന ചോദ്യപേപ്പറുകളെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അതിൻ്റെ ആൻസറും റിലേറ്റഡ് ഫാക്ട്സും പഠിക്കാനായി ശ്രമിക്കുക. മിക്കവാറും അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരിക. അടുത്ത ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. വീണ്ടും ശരിയായ പദം ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഊർധ്വശ്വാസം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, എ വൈൽഡ് ഗൂസ് ചേസ് എന്ന ശൈലിയുടെ അർത്ഥം ഏത്? വൈൽഡ് ഗൂസ് ചേസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, നിഷ്ഫലയത്നം, ഫലമില്ലാത്ത പ്രവൃത്തി. അതാണ് വൈൽഡ് ഗൂസ് ചേസ് എന്ന ശൈലിയുടെ തർജ്ജമ. അടുത്ത ചോദ്യം, നിഷ്കാമം എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത്? നിഷ്കാമം, കാമമില്ലാത്തത്. ഉത്തരം ഓപ്ഷൻ ഡി.
അടുത്ത ചോദ്യം, പർവ്വതത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത്? പർവ്വതത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത് എന്നുള്ളത് പത്രി ആണ്. ബാക്കിയെല്ലാം അദ്രി, അജലം, ശൈലം, ഇതെല്ലാം ശ്രീശൈലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അതെല്ലാം പര്യായത്തിൻ്റെ പദങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. പത്രി എന്നുള്ളത് മാത്രമാണ് പര്യായത്തിൻ്റെ പദം അല്ലാത്തത്. അടുത്ത ചോദ്യം, ആട് അറിയുമോ അങ്ങാടി വാണിഭം, ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം ഏത്? വീണ്ടും ഒരു ശൈലി അല്ലെങ്കിൽ പഴഞ്ചൊല്ലാണ് അല്ലേ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല. ആട് അറിയുമോ അങ്ങാടി വാണിഭം എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം, ഉത്തരം ഓപ്ഷൻ സി, മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല. അടുത്ത ചോദ്യം, ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആമോദത്തോടെയാണ് സിനിമാ നടനെ ഞങ്ങൾ എതിരേറ്റത്. അതാണ് ഇതിലെ ശരിയായ വാക്യം. ആമോദം എന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലെങ്കിൽ ഹർഷം. അപ്പോൾ ആമോദവും ഹർഷവും ഒരേ വാചകത്തിൽ വേണ്ട. ഉത്തരം ഓപ്ഷൻ അതിൽ ഓപ്ഷൻ എ അത് രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ്. അതേപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ആമോദവും ഹർഷവും ഒരുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ 3 വാചകങ്ങളും തെറ്റാണ്. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ ബി. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യത്തിൽ കണ്ടു, ഇതേ സെയിം പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം വളരെ എളുപ്പത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പാറ്റേണുകൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാനായി ശ്രമിക്കും. അടുത്ത ചോദ്യം, സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു, ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി ഏതാണ്? ആദ്യമായാണ് ഒരു വിഭക്തിയുടെ ചോദ്യം അല്ലേ. അതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനായി മാറാം. എങ്കിൽ പോലും അധികം ചോദിച്ചു കണ്ടില്ല വിഭക്തികൾ. എന്നാലും പഠിക്കാനായി ശ്രമിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതിൽ സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു പ്രതിഗ്രാഹിക വിഭക്തിയിലുള്ള ഒരു വാചകമാണല്ലേ അത്. അപ്പോൾ അടുത്ത ചോദ്യം, ഉന്നിദ്രം എന്ന പദം പിരിച്ചെഴുതിയാൽ, വീണ്ടും പിരിച്ചെഴുതണ ഒരു ചോദ്യമാണ്. ഉന്നിദ്രം, ഉത് പ്ലസ് നിതം, ഉന്നിദ്രം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഉത്ത് പ്ലസ് നിദ്രം. അടുത്ത ചോദ്യം, രക്ഷാകർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? രക്ഷാകർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം, ഉത്തരം ഓപ്ഷൻ എ ആണ്. രക്ഷാകർത്തൃ. ഉത്തരം ഓപ്ഷൻ എ. വീണ്ടും ലിംഗത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. സ്ത്രീലിംഗം പുല്ലിംഗം എല്ലാം നമ്മൾ കൃത്യമായിട്ട് ബഹുപൂജക ബഹുവചനം, സലിംഗ ബഹുവചനം, അങ്ങനെ അതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കാനായി ശ്രമിച്ചാൽ അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത്? വീണ്ടും ബഹുവചനത്തിൻ്റെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, ഭാഗവതർ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലേ, ഭാഗവതർ എന്നുള്ളത് ബഹുവചനമല്ല. ബാക്കിയെല്ലാം അതിൽ ബഹുവചനങ്ങളാണ്. ഇത്രയുമാണ് ഈ 3 പരീക്ഷയിലെ മലയാളം വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. എല്ലാം തന്നെ വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളാണ്. ഒരേ പാറ്റേണിൽ സ്ത്രീലിംഗം, പുല്ലിംഗം, പൂജക ബഹുവചനം, പിരിച്ചെഴുതുകൾ, ശൈലികൾ, അങ്ങനെയുള്ള അർത്ഥം, വിപരീതം, പര്യായം, അങ്ങനെയുള്ള തന്നെ എളുപ്പത്തിൽ കിട്ടാവുന്നതുമാണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ ഭൂരിഭാഗം ചോദ്യങ്ങളും കിട്ടും. അതുകൂടാതെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ മലയാളത്തിലെ 10 മാർക്കിൽ 10ൽ 10 മാർക്കും കൃത്യമായിട്ട് ഈസി ആയിട്ട് വാങ്ങാനായി സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോയൊക്കെ മുഴുവനായി കണ്ട് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഏതു തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമ്മൾ ആ ടോപ്പിക്കിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പുതിയ വീഡിയോകൾക്കായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.